ശ്രീമദ് ഭാഗവത പുരാണം തൃതീയ സ്കന്ധം 4-ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ശുക മഹർഷി പരീക്ഷിത് രാജാവിനോട് വിദുരർ തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും നിറഞ്ഞ ഗൃഹം ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് പോകാൻ ഉണ്ടായ സാഹചര്യത്തെപ്പറ്റി വിവരിക്കുന്നതാണ് സന്ദർഭം. 14 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. 15 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ ഈ വീഡിയോയിൽ കാണാം. വന്ദന ശ്ലോകം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേഃ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ശുകരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. 15-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ദുര്യോധനൻ വിദുരരെ എപ്രകാരം അപമാനിച്ചു എന്ന് ശ്രീ ശുക മഹർഷി പറയുന്നതാണ് രംഗം. ശ്രീശുക ഉവാച കയേനമത്രോപജുഹാവജിഹ്മം ദാസ്യാസുതം യദ് ബലിനൈവ പുഷ്ടഃ തസ്മിൻ പ്രതീപഃ പരകൃത്യ ആസ്തേ നിർവാസ്യതാമാശു പുരാശ്വസാനഃ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ദുര്യോധനൻ രാജസഭയിൽ വെച്ച് പറയുന്നു, ഏനം ജിഹ്മം, ഈ കുടിലനായ, ദാസ്യാഹ സുതം, ദാസീപുത്രനെ, കഹ, ആര്, അത്ര ഉപജുഹാവ, ഇവിടെ വിളിച്ചു വരുത്തി, യദ് ബലിനായേവ, യാതൊരാളുടെ നിത്യ അന്നദാനം കൊണ്ടു മാത്രമാണോ, പുഷ്ടഃ, പോഷിച്ചിരിക്കുന്നത്, തസ്മിൻ, അയാളിൽ, പ്രതീപഃ, പ്രതികൂലനായിരുന്ന്, പരകൃത്യേ, ശത്രുക്കളുടെ കാര്യത്തിൽ, ആസ്തേ, ഇവൻ നിലകൊള്ളുന്നു, ശ്വസാനഃ, ജീവൻ മാത്രം അവശേഷിച്ചവനായിട്ട്, പുരാത്, രാജധാനിയിൽ നിന്ന്, ആശു, ഉടനെ, നിർവാസ്യതാം, ആട്ടിയകറ്റപ്പെടട്ടെ. ദുര്യോധനൻ്റെ കർണങ്ങളെ തുളച്ചു കയറുന്ന പരുഷവാക്കുകൾ കൊണ്ട് പ്രഹരിപ്പിക്കപ്പെട്ട വിദുരർ എന്താണ് ചെയ്തതെന്ന് 16-ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീശുകൻ പറയുന്നു. ശ്രീശുക ഉവാച സയിദ്ധമത്യുൽബണകർണബാണൈഃ ഭ്രാതുഃ പുരോ മർമ്മസു താഡിതോപി സ്വയം ധനുർദ്വാരി നിധായ മായാം ഗതവ്യധോയാദുരുമാനയാനഃ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഭ്രാതുഃ പുരഃ, ജ്യേഷ്ഠൻ്റെ മുൻപാകെ, ധൃതരാഷ്ട്രരുടെ മുൻപാകെ, ഇത്തം, ഇപ്രകാരം, അത്യുൽബണകർണബാണൈഃ, അതികർക്കശങ്ങളായ കർണശരങ്ങൾ കൊണ്ട്, മർമ്മസു, മർമ്മങ്ങളിൽ, താഡിതഃ അപി, പ്രഹരിക്കപ്പെട്ടവനായെങ്കിലും, സഹ, അദ്ദേഹം, ഗതവ്യധഃ, വേദനയാകുന്നവനായിട്ട്, ദ്വാരി, കോട്ടവാതിൽക്കൽ, ധനുഹു നിധായ, വില്ലുവച്ച്, മായാം, ഈശ്വരമായയെ, ഉരു, അധികമായി, മാനയാനഃ, മാനിച്ചുകൊണ്ട്, സ്വയം, താനായിട്ട് തന്നെ, അയാത്, യാത്ര പുറപ്പെട്ടു. ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ വിദുരർ ചെയ്ത തീർത്ഥാടനത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നു. അടുത്ത ശ്ലോകം. ശ്രീശുക ഉവാച സനിർഗതഃ കൗരവപുണ്യലബ്ധഃ ഗജാഹ്വയാ തീർത്ഥപദഃ പദാനി അന്വാക്രമത് പുണ്യചികീർഷയോർവ്യാം സ്വധിഷ്ഠിതോ യാനി സഹസ്രമൂർത്തിഃ. ഇത് 17-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. കൗരവ പുണ്യലബ്ധഃ, കൗരവന്മാരുടെ പുണ്യം കൊണ്ട് ലഭിക്കപ്പെട്ടവനായ, സഹ, അദ്ദേഹം, ഗജാഹ്വയാത്, ഹസ്തിനപുരത്തിൽ നിന്ന്, നിർഗതഃ, നിർഗതനായിട്ട്, സഹസ്രമൂർത്തിഃ, അനേകം മൂർത്തിഭേദത്തോടു കൂടിയ ഭഗവാൻ, ഉർവ്യാം, ഭൂമിയിൽ, യാനി, ഏതേതിടങ്ങളെ,
സ്വധിഷ്ഠിതഃ അധിഷ്ഠാനം ചെയ്തു വാഴുന്നുവോ, തീർത്ഥപദഃ ഭഗവാന്റേതായ പദാനി ആ പുണ്യക്ഷേത്രങ്ങളെ, പുണ്യം ചികീർഷയ പുണ്യം നേടുവാനുള്ള അഭിലാഷത്താൽ, അന്വാക്രമത് ഓരോന്നായി കണ്ടുകൊണ്ട് സഞ്ചരിച്ചു. 18-ാമത്തെ ശ്ലോകം മുതൽ വിതുരരുടെ തീർത്ഥയാത്രയെപ്പറ്റി ശ്രീ ശുകമഹർഷി പറഞ്ഞു തുടങ്ങുന്നു. ശ്ലോകത്തിലേക്ക് കടക്കാം. പുരേഷു പുണ്യോപവനാദ്രികുഞ്ജേഷു പങ്കതോയേഷു സരിത്സരസ്സു അനന്തലിംഗൈഃ സമലംകൃതേഷു ചചാര തീർത്ഥായതനേഷ്വനന്യഃ. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. പുരേഷു നഗരങ്ങളിലും, പുണ്യ ഉപവന അദ്രികുഞ്ജേഷു പാവനങ്ങളായ ഉപവനങ്ങളിലും, പർവ്വതങ്ങളിലുള്ള കാവുകളിലും, അപങ്കതോയേഷു ചളി കലരാത്ത ജലം നിറഞ്ഞ സരിത്സരസ്സു നദികളിലും തടാകങ്ങളിലും, അനന്തലിംഗൈഹി ഭഗവൻ മൂർത്തികൾ കൊണ്ട്, സമലംകൃതേഷു നന്നായി അലങ്കരിക്കപ്പെട്ട, തീർത്ഥായതനേഷു തീർത്ഥങ്ങളിലും ക്ഷേത്രങ്ങളിലും, അനന്യഃ ഏകാകിയായി, ചചാര സഞ്ചരിച്ചു. 19-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീശുക ഉവാച ഗാം പര്യടന്മേധ്യവിവിക്തവൃത്തിഃ സദാ പ്ലൂതോധശയനോവധൂതഃ അലക്ഷിതഃ സ്വൈരവധൂതവേഷഃ വ്രതാനി ചേരേ ഹരിതോഷണാനി. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. മേധ്യവിവിക്തവൃത്തിഃ വിശുദ്ധവും ചിട്ടപ്പെടുത്തിയതുമായ ജീവിതവൃത്തിയോടു കൂടിയവനായും, സദാ പ്ലുതഃ തീർത്ഥങ്ങൾ തോറും സ്നാനം ചെയ്യുന്നവനായും, അധഃ ശയനഃ നിലത്ത് കിടന്നുറങ്ങുന്നവനായും, അവധൂതഃ ദേഹശുശ്രൂഷ ഇല്ലാത്തവനായും, അവധൂതവേഷഃ അവധൂതന്മാർക്കൊത്ത വൽക്കലാദികൾ ധരിച്ചവനായും, സ്വൈഹി സ്വന്തം ആളുകളാൽ, അലക്ഷിതഃ കണ്ടറിയപ്പെടാത്തവനായും, ഗാം ഭൂമിയെ മുഴുവൻ, പര്യടൻ ചുറ്റി നടന്നവനായും ഭവിച്ച്, ഹരിതോഷണാനി വിഷ്ണുപ്രീതികരങ്ങളായുള്ള, വ്രതാനി വ്രതങ്ങളെ, ചേരെ ആചരിച്ചു. 20-ാമത്തെ ശ്ലോകം മുതൽ വിതുരരുടെ തീർത്ഥയാത്രയിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ശ്രീ ശുകമഹർഷി പരീക്ഷിത് രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വനമാലി ഗതി ശാർംഗി ശംഖി ചക്രീ ച നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണുർ വാസുദേവോഭിരക്ഷതു. രോഗാർത്തോ മുച്യത്തെ രോഗാത് ബദ്ധോ മുച്യേത ബന്ധനാത്. ഭയാന്മുച്യേത ഭീതസ്തു മുച്യേതാപന്ന ആപദഃ. ന ക്രോധോ ന ച മാത്സര്യം ന ലോഭോ ന ശുഭാമതിഃ. ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ. ഓം തത്സത്.